നമസ്കാരം. ക്രിസ്തുവിൻ്റെ കുരിശുകയറ്റത്തിൻ്റെ വഴികളിലൂടെയാണ് ഇനിയുള്ള സഞ്ചാരം. മനുഷ്യവിമോചനത്തിൻ്റെ ഈ മഹാമാർഗത്തിലുടനീളം അവൻ പുലർത്തുന്ന ഭാവം സഫറിംഗ് സെർവൻ്റ് ഓഫ് ഗോഡ് എന്നതാണ്. യെശയ്യാ പ്രവചനത്തിലെ സഹനദാസൻ്റെ ഭാവം അത്രയും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം പൂർണ്ണമാക്കുന്നുണ്ട്. ആരാണ് ഒരു സഫറിംഗ് സെർവൻ്റ്? ദൈവനിയോഗത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടിയല്ല, പിന്നെയോ ഉത്തരവാദിത്വപൂർണമായ സേവനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. പൊതു നന്മയ്ക്കായി കഷ്ടതയേൽക്കുന്നവൻ. ദൈവാത്മാവ് ഇറങ്ങി വസിച്ചവൻ. പിന്തിരിയാത്തവൻ. സഹിഷ്ണുതയോടെ നിലനിൽക്കുന്നവൻ. മറുതലിക്കാത്തവൻ. അപമാനിതൻ. ഇങ്ങനെയൊക്കെയാണ് പ്രവാചകൻ അത് പലയിടങ്ങളിലായി വിശദീകരിക്കുന്നത്. ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. സെയിൻറ്റ് ഗ്ലാഡിമർ സെമിനാരി പുതിയ നിയമ അധ്യാപകൻ ഡോക്ടർ വെസ്ലിൻ കെസിച്ചിൻ്റേതാണ്. അതിലിങ്ങനെ മശിഹാ ചരിത്രത്തിൻ്റെ 5 ഇടങ്ങളിലായി സഫറിംഗ് സെർവൻറ്റിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ബേത്ലഹേമിലെ ജനനത്തിന് തൊട്ടു പിന്നാലെ തന്നെ കൊല്ലാൻ ഒരുങ്ങുന്ന ഹെരോദാവിനും ഒടുവിൽ ക്രൂശു മരണത്തിന് ഏൽപ്പിക്കുന്ന പീലാത്തോസിനും ഇടയിലുള്ള 5 സ്ഥലങ്ങൾ. ഒന്നാമത് ദ ബാപ്റ്റിസം ആൻഡ് ദ ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. സ്നാനം അവൻ്റെ നിയോഗത്തിൻ്റെ സൂചനയാണ്. സ്നാപക യോഹന്നാൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. മരുഭൂമിയിലെ പരീക്ഷകൾ തൻ്റെ സഹന ദൂരങ്ങൾ ഒഴിവാക്കാനുള്ള പ്രലോഭനത്തിൻ്റെ വേദികളാകുകയാണ്. രണ്ടാമത് ഹിസ് റിജക്ഷൻ അറ്റ് നസറേത്ത്. സ്വന്തം പട്ടണത്തിലേക്ക് അവൻ വന്നിട്ടും സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല. തിരസ്കാരവും അപമാനവും പരിചയക്കാരിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. മൂന്നാമത് ദ ഫസ്റ്റ് പ്രഡിക്ഷൻ ഓഫ് ദ പാഷൻ. ഇത് കൈസര്യ ഫിലിപ്പിയിലേക്കുള്ള യാത്രയിലാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നുവെന്ന് പറഞ്ഞ ശീമോനോടും സ്നേഹിതന്മാരോടും തൻ്റെ സഹന മരണങ്ങളെക്കുറിച്ച് പറയുന്ന സന്ദർഭം. ഗുരു, നിനക്കങ്ങനെ സംഭവിക്കരുതെന്ന ശീമോൻ്റെ വാക്കിന് സാത്താനെ എന്നാണ് അവനെ വിളിക്കുന്നത്, ഒരു പ്രലോഭനത്തെ ചെറുക്കുന്ന ശക്തിയോടെ. നാലാമത് ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് പ്രഡിക്ഷൻ ഓഫ് പാഷൻ. താബോർ മലയിലെ രൂപാന്തരവേളയിൽ മോശയും ഏലിയാവും ചേർന്ന് സംസാരിക്കുന്നത് യെരുശലേമിലെ ഉണ്ടാകുവാനുള്ള കഷ്ടതയും നിര്യാണവും സംബന്ധിച്ച വിഷയങ്ങളാണെന്നാണ് സുവിശേഷം പറയുന്നത്. അഞ്ചാമത് ദ തേർഡ് പ്രഡിക്ഷൻ. ഇത് കഴുതക്കുട്ടിമേലുള്ള ജൈത്രയാത്രയുടെ തൊട്ടു മുമ്പ് ജെറുസലേമിലേക്കുള്ള മാർഗമധ്യേ പറയുന്നതാണ്. അവൻ മുമ്പേ നടന്നു പോകുകയാണ്, താൻ ഏൽക്കേണ്ടുന്ന കഷ്ടതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. 2 അത്ഭുതങ്ങളുടെ ഫ്രെയിംവർക്കിലാണ് ഈ 3 പ്രഡിക്ഷനുകൾ നടക്കുന്നതെന്നാണ് ലേഖകൻ പറയുന്നത്. പത്രോസിൻ്റെ ഏറ്റുപറച്ചിലെ ആദ്യ പ്രഡിക്ഷന് തൊട്ടു മുമ്പായി അവരുടെ വഴിയാത്രയിൽ ബെഥെസ്ദയിൽ വെച്ച് യേശു ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നു. എരിഹോ വഴി യെരുശലേമിലേക്കുള്ള വരവിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ 3ാമത്തെ പ്രഡിക്ഷൻ. അതിനുശേഷമാണ് ബർത്തിമായി എന്ന അന്ധനെ സുഖപ്പെടുത്തുന്നതിൻ്റെ വിവരണമൊക്കെ നാം വായിക്കുന്നത്. ബിറ്റ്വീൻ ദീസ് 2 mighty works, Jesus was trying to open the spiritual eyes of the disciples, that they might understand that Son of Man had come not to be served, but to serve, and to give his life as ransom for many. ശരിക്കും ഇനി എത്ര വട്ടം ഈ പീഡാനുഭവ സ്മരണകളിലൂടെ കടന്നു പോകണം പ്രിയരെ, നമ്മുടെ കണ്ണുകൾ ഒന്ന് തുറക്കപ്പെടാൻ. നമസ്കാരം.